വീട്ടിലേക്കാൻ പറഞ്ഞ എല്ലാവരോടും ഞാൻ നമ്മുടെ കുളത്തിൽ ഇറങ്ങുവാണ്. വെള്ളത്തിൽ വെച്ച് അങ്ങനെ മീൻ കുത്തത്തില്ല കേട്ടോ. ഇതേ പുറകിൽ കാണുന്നതാണ് നമ്മുടെ കിളിക്കൂട്. നമ്മുടെ കിളിക്കൂടിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ പജീറോയിൽ പോയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, 10 ആമ്പലിൻ്റെ ചോടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ആമ്പൽ കുറേ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചായിരുന്നു അല്ലേ? ഒന്നും പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു കണ്ടം വറ്റിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത്തിൽ പോയിട്ട് ഞാൻ ഫുള്ള് പറിച്ചു. അതുപോലെ തന്നെ ഇതൊരു ശരിക്കും ഒരു വീടാണ്. കണ്ടത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളുടെ ശത്രുവാണ് ഈ സാധനം. എന്താണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കുറേ പിരിച്ച് നമ്മുടെ ഒഴുകുന്ന സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. നമ്മുടെ കിളിക്കൂട് നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. പപ്പ ഒരെണ്ണം എടുത്ത് ഞാൻ ഒരെണ്ണം എടുക്കാം. ഇവിടെ വെച്ച് ചെയ്യാം അല്ലേ? ഇത് കണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് എല്ലാ ഇലയൊന്നും ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ചോടുകളെല്ലാം എടുത്തിട്ട് ഓരോ ചോടിനകത്തും ആവശ്യമുള്ള ഇലകൾ മാത്രം വെച്ച് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാം അല്ലേ? പപ്പയാണെങ്കിൽ നല്ല ഇല മാത്രം നിർത്തിയാൽ മതി. അനാവശ്യമായിട്ടുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയാം. ഒരു മീൻ വെട്ടുന്ന കത്രി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ മൊത്തം ക്ലീൻ ചെയ്യാം. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ആവശ്യമുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത്, ആവശ്യമില്ലാത്ത ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ഇലയൊന്നും പോകാത്ത രീതിയിൽ ബക്കലെടുത്ത് വെക്കും. പുല്ല് നമ്മൾ സെപ്പറേറ്റ് പുല്ല് വെക്കുന്നുണ്ടേ. ആ പുല്ല് നമ്മൾ ഏറ്റവും അവസാനമാണ് വെക്കുന്നത്. ഒരു ചോട് ഇവിടെ വെച്ചോ, അറിയോ? അരാപ്പയമ്മയുടെ കുളത്തിൽ വെക്കാണ്ട് ഒരു വലിയ ചോട്. ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളിത് കുളത്തിൽ എവിടെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ പോണ്ടുകൾ നമ്മൾ എന്താണെങ്കിലും ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കൂടുതലും വർക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥിതിക്ക് നമ്മൾ വേറെ ലെവലിൽ അത് പണിയും കേട്ടോ. കറക്റ്റ് നാച്ചുറൽ പോണ്ട് കൂട്ട് തന്നെ ഒരു സ്ട്രീമാക്കി നമ്മൾ പണിയും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് വെജിറ്റേഷൻ. നല്ലതായിട്ട് ചെടികൾ വേണം. ഈ ചെടികൾ അകത്ത് കയറ്റി വാതിലടച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലം കണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ആമ്പലിന് ഇലയൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട്. സെൻറ്ററിലെ പോണ്ടിൽ ഒരാമ്പൽ പിടിച്ചു, പക്ഷെ ഒരെണ്ണം പിടിച്ചില്ല. അത് നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അത് പിടിക്കുമോ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വേറൊരു ആമ്പൽ വെക്കാം. ഇത് കണ്ടല്ലോ, ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് ചെടി വെക്കാൻ തുടങ്ങാം അല്ലേ? അപ്പം എവിടെ നിന്നാണ് വെച്ച് തുടങ്ങേണ്ടത്? നടുക്കുന്ന കൊണ്ടിന്ന് വേണം അല്ല? ഇവിടെ നമുക്കുണ്ടല്ലോ കോഴിക്കാർപ്പ് കിടക്കുന്ന പോണ്ടിനകത്ത് ചെടി വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ ഒരു പണിയുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ സ്പ്രിംഗ്ലർ, അതായത് ആർട്ടിഫിഷ്യൽ റെയിൻ ഇട്ടായിരുന്നു. അപ്പോൾ രണ്ടവന്മാർ കുളിച്ചുണങ്ങിയിരിക്കുന്ന നോക്കിയാൽ കളറ് ഫുള്ള് വന്നിരിക്കുവാണേ. എന്നോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എന്നാ പണിയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. എന്നാണ് നോക്കുന്നത്? വീട്ടിലേക്കാൻ പറഞ്ഞ എല്ലാവരോടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും നമ്മുടെ ആമ്പൽ വെക്കുന്നത്. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കോഴിക്കാർപ്പുകൾ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മേള് വരെ കല്ലെടുത്ത് വെക്കുകയാണ്. അതായത് കോഴിക്കാർപ്പുകൾ ഒരു രീതിയിലും ഓൾറെഡി ഇവിടെ ഇരുന്നാണ്. കോഴിക്കാർപ്പുകൾ ഒരു രീതിയിൽ ഇപ്പുറത്തേക്ക് വരരുത്. അപ്പോൾ ആ രീതിക്ക് നമ്മളിവിടെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറം ഇവിടെ ഒരു കല്ലെടുത്ത് വെക്കണം. ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ അവന്മാർ ഇങ്ങോട്ടേക്ക് വരത്തില്ല. അടിയിൽ കൂടെ സ്പേസ് ഇല്ലല്ലോ. അപ്പം അടിയിൽ കൂടെ സ്പേസ് ഇല്ല. എന്നാലും നമുക്ക് ഈ കല്ലും കൂടെ എടുത്ത് ഇവിടെ ഇങ്ങനെ സേഫാക്കി വെക്കാം. ഇത് കണ്ടല്ലോ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കോഴിക്കാർപ്പിനെ പിടിക്കണം. അവൻ അങ്ങേയറ്റത്തല്ലേ, ഇവനെ ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് ഒറ്റ ഒരുത്തനേ ഉള്ളൂ കേട്ടോ. നല്ല സുന്ദരനാണ് ഇവൻ. ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഇവനെ അപ്പോൾ ഇപ്പറേന്ന് പിടിച്ചോ. അവിടെ ഇങ്ങോട്ട് വെച്ചോ. കോർണറിൽ നിങ്ങൾ വെച്ചാൽ മതി. പോയി അവൻ അങ്ങേയറ്റത്ത് കൊണ്ടുപോകും. അപ്പോൾ കോഴിക്കാർപ്പിനെ നമ്മൾ പിടിച്ച് മാറ്റാൻ വേണ്ടി പോവാണ്. കാരണം എന്നിട്ട് നമ്മളിവിടെ ഇടുന്ന വെറൈറ്റി ഒരു സാധനത്തിനാണ്. എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അവനെ അങ്ങ് കൊണ്ടുപോക്കും. ഞാൻ ഓടിക്കാം ഇവിടുന്ന്. ദൈവൻ ഇവിടെ നിൽപ്പുണ്ട്. പോയിക്കോ പിടിച്ചു. അവനിത് കാണിക്കാം കേട്ടോ. അവനിവിടെ ഉണ്ടായതാണേ. അവനിത് കാണിച്ചു തരാം. അങ്ങനെ എടുത്തോപ്പേ, ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കാം. അയ്യോ, കൊണ്ടുപോവാ. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കോഴിക്കാർപ്പാണ്. അവൻ ഇത് കണ്ടോ, നല്ല രസമല്ലേ അവനെ കാണാനായിട്ട്. സുന്ദരനാണ്. നീ സെൻറ്ററിൽ പോക്കോട്ടോ. അവനെ സെൻറ്ററിലേക്ക് വിട്ടിട്ടുണ്ട്. ഈ സെൻറ്ററിലെ പോണ്ടുകളിൽ നമ്മൾ വലിയ മീനുകളെ ഇടും. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് അങ്ങേ സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങാം. പപ്പേ അവിടെ നിന്ന് വെച്ച് തുടങ്ങാം. അപ്പോൾ 2 എടുക്കാമോ?
രണ്ടാമ്പൽ ചെറുത് നോക്കിയെടുത്തോ. അതിനകത്തുനിന്ന് 2 ചെറിയ ആമ്പൽ. പപ്പയാണെങ്കിൽ അവിടെ നിന്ന് 2 ചെറിയ ആമ്പൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് വരെ 1, 2, 3, 4, 5 ആമ്പൽ വേണം ഇതിനകത്ത് വെക്കാനായിട്ട്. ആദ്യത്തെ ആമ്പലിന് ഇങ്ങേ അറ്റത്ത് തന്നെ വെക്കാം അല്ലേ, ഇവിടെ ആയിട്ട് വെക്കാം അല്ലേ. ഇതിനടിയിലെല്ലാം ചെളിയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒന്ന് വേര് പിടിച്ച് നിൽക്കുന്നിടം വരെ കല്ലിൻ്റെ ആവശ്യം വരും. കാരണം അല്ലെങ്കിൽ രണ്ടാമത്തെ തന്നെ നമുക്ക് കോർണറിൽ വെക്കാം. റിയോ അവിടെ ഇരുന്നെല്ലാം കാണുവാണ് കേട്ടോ. ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് പിടിക്കും. നമ്മൾ ഇതിനകത്ത് മണ്ണും ചെളിയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല, വേര് പിടിച്ചാൽ കയറിക്കോളും. 2 വെച്ചു. ഇവിടെ 2 നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 മതി. ഇനിയിപ്പോൾ അടുത്തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാം, മിഡിലിൽ. ഈ ഒരു പോർഷനിൽ വെക്കാനായിട്ട് ഞാൻ 3 ചെറിയ ആമ്പൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇലകൾ, ഈ ആമ്പലിൻ്റെ ഇലയ്ക്ക് ഇച്ചിരി നീളമുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇതിനകത്തേക്ക് തന്നെ ഇടാം. ഈ ഇല ഒടിഞ്ഞു പോയി, അത് കിടക്കട്ടെ, കുഴപ്പമില്ല. ഓൾ സെറ്റ്. 3 വെച്ചിരിക്കുന്നത്. അടുത്തത് ഇവിടെ. ഇതിനകത്ത് ചെളി ഇട്ടാൽ നന്നായി. എന്താണെങ്കിലും അത് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. കുറേ ചെടികളൊക്കെ ഇതിനകത്ത് വെച്ച് പ്ലാന്റഡ് ചെയ്യാനായിട്ട് പറ്റും. പണ്ട് നമുക്കൊരു പ്ലാന്റഡ് ടാങ്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതും സെറ്റ്. ഒരെണ്ണം കൂടെ വെച്ചാൽ മതി. അപ്പുറം ഈ ഒരു സൈഡിലത്തെ ലാസ്റ്റത്തെ നോക്കട്ടെ, ഇത്രയും വെച്ചിട്ടെടുക്കാം. ഇനി ഇതിനകത്ത് ശരിക്കും ചെറിയൊരു കല്ലിന് ആവശ്യമുള്ളൂ. ഇതിനകത്തൊക്കെ ചെറിയ കല്ല് മതി, കാരണം പൊങ്ങിപ്പോരായിരുന്നാൽ മാത്രം മതിയല്ലോ. ഒരാഴ്ച കൊണ്ട് വേര് പിടിക്കത്തില്ലേ? അത്യാവശ്യം വലുത്. അത് വലുതാണോ? ഉണ്ട്, ഏറ്റവും വലുതെടുത്തോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോണ്ടിലാണ് വെക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വെള്ളമെടുക്കാം. ഞാൻ ഇറക്കട്ടെ കല്ല്. ഇതിനകത്ത് നമ്മുടെ ഷെവൽനോസ് ക്യാറ്റ് ഫിഷ് ഉള്ളതാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ കുത്തത്തൊന്നുമില്ല. ഇങ്ങോട്ട് വന്ന് അയ്യോ ഭയങ്കര ഓട്ടം. ഓ എന്നാ ചാട്ടാ അത്, ഒരു രക്ഷയില്ല കേട്ടോ. വെള്ളത്തിൽ വെച്ച് അങ്ങനെ മീൻ കുത്തത്തില്ല കേട്ടോ. കാലമൊന്നും ഇടിച്ച്. ഭയങ്കര ഒരു ഇടി, മൂട്ടന ഇടി കാലിനിട്ട്. മണ്ണൊക്കെ ഉറച്ചു കേട്ടോ ഇതിനകത്തെ. ശരിക്കും ഉറച്ചു പോപ്പേ. ഇത് വേര് പിടിക്കാൻ മാത്രമുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ കാലയിൽ ഫുള്ള് മീൻ വന്ന് മുട്ടുന്നുണ്ട് കേട്ടോ. എന്താ മീനാണെന്നറിയത്തില്ല. അത് കുറേ മീൻ കിടപ്പുണ്ട്, വരാൽ ഉൾപ്പെടെ. ഷെവൽനോസ്, പിന്നെ 2-3 ക്യാറ്റ് ഫിഷ്. അയലേക്ക് ഒന്ന് എടുത്ത് എൻ്റെ കാലയിൽ ഇടിക്കുന്നു തോന്നുന്നു. ഇനി 2 ഇവിടെ ഉള്ളു. ഇനി മെയിനായിട്ടുള്ള ടാങ്ക് ഇതാണ്. ഇതിനകത്തും ഇറങ്ങണം. ഇതിനകത്ത് ഓൾറെഡി ഇതുണ്ടോ, മുള്ളമ്പായൽ കിടപ്പുണ്ട്. മുള്ളമ്പായൽ ശരിക്കും നല്ലതാണ് കേട്ടോ. മുള്ളമ്പായൽ ശരിക്കും പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മണ്ണുണ്ട്. അതും സെറ്റായി. ഇനി സെൻറ്റർ അല്ല, പുല്ല് സൈഡിൽ കൂടെ വെക്കുന്നത്. സെൻറ്ററിലെ കുളത്ത് നല്ല താഴ്ചയുണ്ട് പക്ഷേ അല്ലേ. ഷെവൽനോസ് ഉണ്ട് ഇതിനകത്തും അല്ലേ. ഈ പോണ്ടിന് ഇത്രയും താഴ്ചയാണോ ഉള്ളത്. ഇതിനകത്ത് ഏകദേശം ഒരു 1/2 അടി വെള്ളം ഇല്ല. അപ്പോൾ നമ്മുടെ 1/2 അടി വെള്ളം ഇല്ല, നിറയാൻ. പക്ഷേ ഈ പോണ്ടിന് ലീക്ക് ഉണ്ടല്ലേ. അല്ല, ബാക്കി ഒരു പോണ്ടിന് ലീക്കില്ല. ഞാൻ പറയട്ടെ, സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാഴ്ച നമ്മൾ ഇതിനകത്ത് വെള്ളം അടിക്കാതിരിക്കുവാണെങ്കിൽ ഈ സെൻറ്ററിലെ പോണ്ടിലെ വെള്ളം മാത്രം താന്നു പോകും അല്ലേ. സൈഡിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ സൈഡിലത്തെ പോണ്ടിലെ വെള്ളം ഇതാകണ്ടേ. ഇല്ല, സൈഡിൽ വെള്ളം തീരുമ്പോഴല്ലേ ഇവിടെ കുറഞ്ഞു വരുന്നത്. അതിനെ ഒഴി പോകുമ്പോൾ ഇവിടുന്ന് വെള്ളം വെച്ചാൽ കയറ്റിയിടും. ടെസ്റ്റ് ചെയ്യണം. ഏതോ ഒരു പോണ്ടിന് എവിടെയോ ഒരു ലീക്ക് ഉണ്ട് കേട്ടോ. ഇത് മണ്ണ് നല്ല കട്ട പിടിച്ച് കിടക്കുക. ഇതിനകത്ത് ഈ കല്ലിന് ഇടയ്ക്ക് വെച്ചാലോ വളരെ ആയിരിക്കുമല്ലോ അല്ലേ. ഒരെണ്ണം നമുക്കുണ്ടല്ലോ, പൊങ്ങി പോരത്തില്ല. അവിടെ ഒരെണ്ണം വെക്കാം. അവിടെ വളരുമെന്നറിയാം. അവിടെ വെക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് രസമായിട്ട് വളർത്താനായിട്ട് പറ്റും. സൈഡിലാണ് വെക്കുന്നത്. പുല്ല് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് ഞാൻ ആലോചിക്കട്ടെ. നമുക്ക് അത്യാവശ്യം വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് ആ കോർണറിൽ കൊണ്ടുവെക്കാം. എടുത്തോ, നമുക്ക് അത് സെപ്പറേറ്റ് വെക്കാം. കുഞ്ഞുമറി അവിടെ റിയോ ആയിട്ട് വർത്താനം പറഞ്ഞേക്ക് വന്നു കേട്ടോ. കുഞ്ഞുമറി റിയോ എന്തിയാടാ? റിയോ എന്ത് പാവത്താനെ കൂട്ടാ നിൽക്കുന്നത് ഈ കുഞ്ഞുമറിയത്തിൻ്റെ അടുത്ത്. മൂക്കിന് അയ്യോ, നമ്മുടെ അടുത്താണെങ്കിൽ എന്തോ ബഹളം ഉണ്ടാക്കുമെന്ന് അറിയോ. അവളുടെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആണേ. അതുമല്ല, അവളാണെങ്കിൽ മൂക്കിനകത്ത് കൈയിടും, കണ്ണി കൊണ്ട് കൈയിടും, ആയി കൊണ്ട് കൈയിടും. പക്ഷെ പിള്ളേരുടെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് അറിയോ. കണ്ടോ, മൂക്കെന്ന് പറയുന്നത് കുഞ്ഞു പറയാം. അവിടെ ഈ ഒരു കോർണറിലാണ് നമ്മൾ പുല്ല് വെക്കുന്നത്. ഇത് ഒറ്റ ഇറങ്ങി വെച്ചാൽ മതിയോ? അത് വളർന്ന് കയറിക്കോളൂ അല്ലേ. ഇത് ഓൾറെഡി ഇതിൽ മണ്ണുണ്ട് കുറെ. അപ്പൊ ഈ കോർണറിലോട്ട് അങ്ങ് വെച്ചിട്ട് ഈ കല്ലും കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ ഇരുന്നോളത്തില്ലേ. കാണുന്നിടത്തല്ലേ അടുത്ത പുല്ല് ആ കോർണറിൽ വെക്കാൻ വേണ്ടി. റിയോടെ മൂക്കും കണ്ണും എക്സാമിൻ ചെയ്യുവാണ് ഒരാൾ അവിടെ നിന്ന്. പാവം. ഈ 2 ചോട് ഇവിടെ വെക്കാം അല്ലേ. ഈ വെള്ളം വീഴുന്നിടത്ത് വെക്കാം.
ഇവിടെ ഓൾറെഡി കല്ലുണ്ടോ അപ്പേ പോരെ ഓൾ സെറ്റ്. അങ്ങനെ നമ്മൾ ആമ്പലും പുല്ലുകളൊക്കെ വെച്ചു. കുഞ്ഞുമറിയും വന്നു കഴിയുമ്പോഴേക്ക് റിയോ അവിടെ കിടന്ന് കൊടുക്കുവേ. കുരയ്ക്കത്തോ ഒന്നും ചെയ്യത്തില്ല. അവിടെ കിടന്ന് അവൾക്ക് എന്നാ ചെയ്യേണ്ടത് അവിടെ കിടന്നും കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ മുരായ ഡ്വാർഫ് വെക്കാൻ വേണ്ടി പോവാണ്. എവിടെയാ വെക്കണ്ടേ ഫസ്റ്റ്? ഇവിടെയോ? ഈ ചെടിയുടെ പേരാണ് മുരായ ഡ്വാർഫ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 ചെടി വെക്കാനായിട്ടുണ്ട്. ഇനി 4 എണ്ണം കൂടെ. ഇതേ അങ്ങനെ നമ്മൾ 5 ചെടിയും 10 ആമ്പലും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കുറേ പുല്ലും വെച്ചിട്ടുണ്ട്. പപ്പയുടെ കാല് ഉറുമ്പ് കയറി കേട്ടോ. ഫുൾ ഉറുമ്പല്ലേ ആ ചെടിക്ക്. അത് മൊത്തം ഉറുമ്പായിരുന്നു. കാല് വെള്ളത്തിൽ മുക്കുന്ന അവിടെ ഇരുന്നിട്ട്. അപ്പോൾ വീണ്ടും പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ആമ്പലും പുല്ലും ഒക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും. എല്ലാത്തിനും നമ്മൾ ആമ്പൽ വെച്ചിട്ടുണ്ട്. പപ്പയുടെ കാല് ഫുൾ ഉറുമ്പ്. ഇപ്പോൾ ഇരിപ്പുണ്ടോ? പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ആമ്പൽ. അപ്പോൾ ഇതിനെടുത്ത് നമുക്ക് ഈ കല്ലിനിടയ്ക്ക് വെക്കാം. ഇവിടെ ഇത് കിളുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്കറിയാമല്ലോ ഇവിടെ പൊങ്ങിയും പോരത്തുമില്ല. ഇവിടെ പിടിക്കുമോ അപ്പേ? ഇതിനിടയ്ക്ക് കല്ലും മെറ്റിലും എല്ലാം ഉണ്ട്. ഇവിടെ ഇവിടെ വെച്ച് അല്ലെങ്കിൽ എവിടെ അപ്പയ്ക്ക് ഒരു തോന്നുന്ന സ്ഥലത്ത് വെച്ചോ. നമുക്ക് അങ്ങനെ ഇതിനെ വെള്ളം ഒഴുകുന്ന നോക്കാം. ഇത് നമ്മുടെ കുളം കണ്ടല്ലോ. ഇവിടെ നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ആ ഒരു ഏരിയ അത്യാവശ്യം വെജിറ്റേഷൻ വന്നപ്പോഴേക്കും ഒരു നാച്ചുറൽ ലുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ അവിടെയൊക്കെ പായലൊക്കെ വളർന്നപ്പോഴേക്കും. ഇനിയിപ്പോൾ നമുക്ക് അരാപ്പയ്മയുടെ ടാങ്കിലേക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ അരാപ്പയ്മയുടെ കുളത്തിൽ വെക്കാനുള്ള ആമ്പൽ. ഈ ആമ്പൽ വെക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഈ തീറ്റ അതിന് കൊടുക്കണം. അതല്ലെങ്കിൽ അരാപ്പയ്മ എന്നെ അകത്താക്കും. ഫിൽറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കുളം വീണ്ടും നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. മോട്ടർ ഓഫ് ചെയ്യുമോ? അപ്പോൾ ഫിൽറ്റർ മോട്ടർ ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇൻ കേസ് എന്തെങ്കിലും ലൂസ് കണക്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ മോട്ടർ അവിടെ നിന്ന് അപ്പോൾ ഓഫ് ചെയ്തു. ഇനി വെള്ളം നിൽക്കട്ടെ പയ്യെ. നമ്മുടെ എല്ലാവന്മാരും തൊട്ട് താഴെ വന്നിപ്പുണ്ട്. ഓരോരുത്തർക്കായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഒരു ഫുൾ പുല്ലൻ. ഇത് കണ്ടല്ലോ, ഒരു ഫുൾ പുല്ലനാണ്. അത് വിഴുങ്ങി. അടുത്ത 2 നമ്മൾ ഓരോരുത്തർക്കായിട്ട് സെലക്റ്റീവായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വലുവനും ചെറുവനും കിട്ടി. വാഹയ്ക്ക് കൊടുക്കാം, അലിഗേറ്ററിന് കൊടുക്കാം അല്ലേ. വാഹയ്ക്ക് വാഹ ഒരു പുല്ലൻ്റെ തലയാണ് അകത്താക്കിയത്. അലിഗേറ്ററിന് കാര്യം ജീവനോറങ്ങൾ കൊടുക്കാം. വാഹ എന്നിട്ട് അലിഗേറ്ററിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്നു കേട്ടോ. 2 പേർക്ക് ഓരോന്നോരോന്ന് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പേസ് ഇട്ടാൽ മതി അല്ലേ. ഇനിയിപ്പം ഞാൻ നമ്മുടെ കുളത്തിൽ ഇറങ്ങുവാണ്. കറക്റ്റ് അടി നിൽക്കുവാണല്ലോ. ഇവന്മാരെങ്ങനെ ഒന്ന് എങ്ങനെ ഇറങ്ങുന്നത്? കമ്പ് കൈ തന്നെ ഇരുന്നോട്ടല്ലേ. ഫസ്റ്റ് ഇച്ചിരി മാറ്റി വെക്കാം. അയ്യോ നോക്കാം. മൈക്ക് പോയോ? നനഞ്ഞില്ലല്ലോ. എത്ര മതിയോ? ഭയങ്കര തെന്നലായിരുന്നു. അയ്യോ മോട്ടർ ഇട്ടോ ഫിൽറ്റർ ഇട്ടോ. ഭയങ്കര തെന്നലായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ആമ്പൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ വെള്ളം ഒരു 2 ദിവസം കൊണ്ട് തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളിനി വെള്ളം നിർത്താൻ ഉദ്ദേശിക്കുന്ന കറക്റ്റ് നമ്മുടെ ഈ ഒരു ആമ്പലിൻ്റെ ലെവലാണ്. അതായത് മീൻ അതിനകത്തോട്ട് കയറാതെ ഇല മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. വളർന്ന് വരുവാണെന്ന് നമുക്കറിയത്തില്ല. വളർന്ന് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കിളിക്കൂട്ടിൽ അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്ന ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഇനി വരാൻ വേണ്ടി പോകുന്നൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെവൻ സിറേഖ്, പപ്പ, അരാപ്പയ്മ, അലിഗേറ്റർ എല്ലാവരും ഉണ്ട് പുറകെ. കേൾക്കുന്നില്ല. ഉറക്കെ വിളിച്ചേ. നേരത്തെ പറഞ്ഞേ ഞാനോട്ടോ. ഒത്തിരി ഞാനുണ്ടോ?